ലോകത്തിലുള്ള മനുഷ്യർക്ക് ഒരു മാനസാന്തരം എന്ന് പറഞ്ഞ സാധനം ഇല്ല കർത്താവേ. ദൈവത്തെ അറിയാത്ത പോലെ സ്വന്തം കാര്യം, സ്വന്തം ആവശ്യം മാത്രം നിറവേറ്റി ജീവിക്കുന്ന ജനകോടികളുടെ മേൽ നിൻ്റെ കരം നീട്ട് കർത്താവേ. കരുണയുള്ള കർത്താവേ, അവരുടെ മേൽ കരം നീട്ടി അവരെ അനുഗ്രഹിക്കുകയെ. സമാധാനത്തിൻ്റെ രാജാവേ, അവരിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ, അവരിലും പരിശുദ്ധാത്മാവ് നിറയട്ടെ. മറ്റുള്ള മക്കളെ കാണാൻ, പട്ടിണി എടുക്കുന്ന കുടുംബങ്ങളെ കാണാൻ, വേദനിക്കുന്ന കുടുംബങ്ങളെ കാണാൻ, ദുഃഖിതരെ കാണാൻ, ഈശോയെ രോഗികളെ കാണാൻ, ഈശോയെ അവർക്ക് പരിശുദ്ധാത്മാനായിരിക്കും ഈശോയെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെന്നല്ലാണ്ട് ആർക്കും ഒരു സഹായം കിട്ടിയില്ല കർത്താവേ. നീ പരിശുദ്ധനാഥാ, നീ പരിശുദ്ധനെ കർത്താവേ. നീ പരിശുദ്ധൻ, 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 സർവാധീപനായ കർത്താവേ. അബ്രാഹത്തിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമേ, എല്ലാ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ് അവരുടെ കുടുംബം സന്തോഷമാക്കി മാറ്റട്ടെ ഈശോയെ. ഒരു ക്യാൻസർ രോഗി കർത്താവേ, ഒരു വൈദികൻ്റെ അടുത്തേക്ക് ചെന്ന്, ഒരു വലിയൊരു ധ്യാനമന്ദിരത്തിലേക്ക് ചെന്ന്, ഒരു രോഗി, ഒരു അക്രസ്തവരായ ഒരു പെൺകുട്ടി, അമ്മ ആരുമില്ല, അതിന് നോക്കാൻ ആരുമില്ല, ക്യാൻസറായി കിടക്കണമെന്ന് പറഞ്ഞു. ഒന്ന് ചെന്ന് അച്ഛനോട് ചോദിച്ചു, അച്ഛാ എൻ്റെ അമ്മച്ചി മരുന്ന് കഴിക്കാൻ എനിക്ക് ഇത്തിരി കാശ് തരുമെന്ന് ചോദിച്ചു. അച്ഛൻ മറുപടി പറഞ്ഞ വാക്ക് ഇതാണ്, ഇതെന്ന് എൻ്റെക്കില്ല, ഞാനുണ്ട് അവിടെ, എൻ്റെക്കില്ല, ഞങ്ങൾ വണ്ടിക്കൂലി മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ. എൻ്റെ ഹൃദയം തകർന്നു എന്ന് പറഞ്ഞ് ആ കുട്ടി കരഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നതാണ് ഉത്തരം. അത് ആ കുട്ടിക്ക് എന്തെങ്കിലും സഹായിക്കാനാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ലോകത്ത് എല്ലാവരും നല്ലവരാ. ദൈവത്തെ അറിഞ്ഞവരും അറിയാത്തവരും ഒരുപോലെ ഒന്നും ആർക്കും സഹായിക്കാണ്ട് ജീവിക്കണം. ദൈവം എല്ലാവർക്കും സമൃദ്ധിയായിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ആൾക്കാർക്ക് ഇത്തിരി വീണപ്പോൾ കൈ കൊണ്ട് ഇട്ട് കൊടുത്തപ്പോൾ കുറഞ്ഞു, കുറച്ച് ആൾക്കാർക്ക് കൂടി. അപ്പോൾ അത് കൂടിയത് കുറഞ്ഞവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം തന്നിട്ടുള്ളത്. ഉൽപ്പത്തിയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആര് കേൾക്കും? വചനം വായിക്കും, അതിങ്ങനെ ചോർന്നു പോകും. വചനം പഠിക്കും, അതിങ്ങനെ ചോർന്നു പോകും. എൻ്റെ കീസ് നിറയ്ക്കണം, വേറെ ആളുടെ കീസ് നിറയ്ക്കാൻ പാടില്ല. കൊട്ടാരങ്ങൾ പണിയുക, ഈ കൊട്ടാരങ്ങളൊക്കെ തകർന്നു വിടാൻ പോകണം. കൊട്ടാരങ്ങൾ, സമ്പത്തും സർവ്വസാനമാനങ്ങളും തകർന്നു വിടാൻ ഈശോ പോവുകയാണ്. ഈശോ ഓരോ ദിവസവും ഓരോ സന്ദേശങ്ങളാണ്. ഈ നവംബർ 15-ാം തീയതി എന്നോട് പറഞ്ഞു, നിനക്ക് വേണ്ടി 1 കോടി ആത്മാക്കളാണ് കാത്തിരിക്കുന്നതെന്ന്. ഞാൻ അതിശയിച്ചു പോയി. എൻ്റെ പള്ളിയിൽ ഈ എന്നിട്ട് ഇപ്പോൾ കുഞ്ഞ പുസ്തകം ഉണ്ട്, പേര് കിട്ടുന്നില്ല. ആ പുസ്തകത്തിൽ ആ മരിച്ചു പോയവർ ഞാൻ നിർത്തി നോക്കുമ്പോൾ അവരൊക്കെ വൈകുന്നേരം എൻ്റെ ജപമാല ചെല്ലുമ്പോൾ അവരൊക്കെ എൻ്റെ അടുക്കിലേക്ക് വരുന്നത് ഞാൻ കാണും. അവരൊക്കെ പ്രാർത്ഥന ചോദിച്ച് അവരോട് ഈശോയോട് പറയും, സാറില്ല ഈശോയെ, അവരെ കുടുംബത്തെ 1-ാം പ്രമാണം ലംഘിച്ചിട്ടുണ്ട് ഈശോയെ, അവരത് ചെയ്തിട്ടുണ്ട് ഈശോയെ. ഇതൊക്കെ ഞാൻ മാപ്പ് ഏറ്റെടുത്ത് ഞാൻ തരുന്ന ഈശോയെ, കഴിവുകൊണ്ട് പകർത്താതെ അവരെ കഴിവുകൊണ്ട്. അപ്പോൾ അവരെ കഴിവുകൊണ്ട് ഓരോ ജനകോടികൾ എന്ന് പറഞ്ഞോണ ഈ പറഞ്ഞ എൻ്റെ കുടുംബത്തേക്ക് ഞാൻ ഈ 1 കോടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈശോയെ, ഞാൻ ആദ്യത്തെ എൻ്റെ സംഭവത്തിൽ പറഞ്ഞൊരു വാക്കാണ്, എനിക്കൊരു കോടി ആത്മാവിനെ വേണമെന്ന്. എല്ലാവരും ഈ ധ്യാനം കൂടിയപ്പോൾ അവിടെ എഴുതി കൊടുത്തു. എല്ലാവരോടും ചോദിച്ചു, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ എന്തിട്ടാണ്, നിങ്ങൾ എന്തിനു വേണ്ടിയ ധ്യാനത്തിന് വന്നതെന്ന് ചോദിച്ചു. എല്ലാവരും മക്കൾ മാനസാന്തരപ്പെടാൻ, ഞങ്ങൾക്ക് കാശുണ്ടാവാൻ, വീടുണ്ടാവാൻ, സമ്പത്തൊക്കെ ചോദിച്ചിട്ട് എഴുതിയ. ഞാൻ പറഞ്ഞു, എനിക്കൊരു കോടി ആത്മാവിന് വേണം. അവരെല്ലാവരും എന്നെ എല്ലാവരും ഒന്ന് വീക്ഷിച്ചു നോക്കി. ഈ തള്ളയ്ക്ക് 1 കോടി ആത്മാവിന് ഏത് തൈച്ചാട്ടിൽ തള്ളയ്ക്ക് കൊടുക്കും എന്നാണ് അവർ വിചാരിച്ചത്. എനിക്കൊരു കോടി ആത്മാവിനെ അവിടെ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇനി അതിൻ്റെ പിന്നിൽ ജനകോടികളും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എന്താ, ഞാൻ ഒരു ദിവസം 100 ചില്ലാനും ജപമാല ചെല്ലുണ്ടെങ്കിൽ അത് ഓരോ മണിക്കും ഉത്തരമുണ്ട്. ഓരോ ജപമാല ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ എനിക്ക് ഉത്തരം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ കർത്താവ് ജീവിക്കുന്ന ദൈവം, ഇവിടെ പ്രാർത്ഥന ഒന്നും പാഴാവില്ല. ഞാൻ ചോദിക്കുന്നത് എന്തും എനിക്ക് തരുന്നുണ്ട്. ഞാൻ ഈ ക്യാൻസർ രോഗി, ഒരു ക്യാൻസർ കഴിഞ്ഞ് 2ാമത്തെ ക്യാൻസറിലേക്ക് എടുക്കണം. എൻ്റെ അടുത്തുള്ള മക്കളും എൻ്റെ കുടുംബത്തിൽ പ്രാർത്ഥനയ്ക്ക് വരുന്ന മക്കളാണ് എന്നെ ഇപ്പോൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു മഠമുണ്ട് ഞങ്ങളുടെ മിച്ചത്ത്. ആ മഠത്തിലെ സിസ്റ്റർമാർ 10 കൊല്ലമായി ഞങ്ങളുടെ കേടും ഒന്ന് വന്ന് എത്തിച്ചു നോക്കി. എന്താ ക്യാൻസർ രോഗി എല്ലാ വീട്ടിലേക്കും ഞാൻ എൻ്റെ കുർബാന കഴിഞ്ഞ മഠത്തിലുള്ള സിസ്റ്റർമാർക്കൊക്കെ ഞാൻ പ്രാർത്ഥിച്ച് വരാറില്ല. അവരൊക്കെ മാറിപ്പോയിൻ്റെ ഒക്കെ വരിക, അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കല്ല. ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരാൾ വയ്യാണ്ട് കിടക്കണിച്ച് വന്ന് കണ്ടു. ഒരു കുടുംബ സമ്മേളനത്തിന് വന്നാൽ എന്തുണ്ടാവും? അവർ ചെറുപ്പക്കാരോട് വർത്താനം പറഞ്ഞു പോയി, നമുക്ക് വയസ്സായി അവിടെ കിടക്കണ്ട, അവിടെ കിടക്കണം, മിണ്ട് പോലും ഇല്ല. ഇന്നത്തെ ലോകത ആരും എല്ലാവരും പറയും 2 ഉടുപ്പുള്ള 1 ഉടുപ്പ് മറ്റുള്ളവർക്ക് കൊടുക്കട്ടെ. ആരെ കൊടുക്കണം? ഒരാൾ കൊടുക്കാനില്ല. അപ്പോൾ ഈ ലോകത്ത്
നശിച്ച് കിടക്കണം ഈ ആത്മാക്കൾ, കുഞ്ഞുമക്കൾ കരയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല ഈശോയെ. എനിക്ക് അത്ര വേദന. ഞാൻ ഒരേ ദിവസം ഞാൻ കരഞ്ഞിട്ടാണ് ഞാൻ ഈശോടിച്ച് പറയുക കേട്ടാതെ. എന്തോരം മക്കളെ ഈശോയെ കരയുന്നത്. വീടില്ലാത്ത മക്കൾ, വീടില്ലാണ്ട് കഞ്ഞി കുടിക്കാൻ വഴിയില്ലാണ്ട് ഉണ്ടാക്കി കൊടുക്കാത്തവരെയാണ് പലരും പല തരത്തിലാണ്. അപ്പോൾ ഈശോയെ അവർക്ക് അവരുടെ വേദന മാറ്റാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇനി മനുഷ്യകരങ്ങളെ നിർമ്മിച്ചത് മുഴുവൻ നശിച്ചു പോകുമ്പോൾ ഇവർ ഈ ഉണ്ടാക്കി വെച്ചതൊക്കെ എവിടെ പോകും? പള്ളികളും ഉണ്ടാക്കി വെച്ചത് പള്ളികളും ആലയങ്ങളും ഒക്കെ പോവും, സൗകര്യങ്ങളും ഇനി ഒരു പണ്ട് ഒരു പണി ഒരു വശം പണ്ട് 1 കോടി വീരിക്കാത്ത പണ്ട് 1 കോടിക്ക് വേറെ പണ്ട് ഇവിടെ കോടി കിടക്കണം. നിന്റെ ഇടവയിൽ എത്ര കുടുംബം പൈസ എടുക്കണമെന്ന് ആരും അന്വേഷിക്കുന്നില്ല. ബാത്റൂം ഇല്ലാത്തവർ വരെയുണ്ട്, ബാത്റൂം സൗകര്യം ഇല്ലാത്തവർ വരെയുണ്ട്, ഇല്ല, കുടിക്കാൻ വെള്ളമില്ല. നേതാക്കന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഇറങ്ങണം. നേതാക്കന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല, നേതാക്കന്മാർ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് മനസ്സാക്ഷി, അവരെ മനസ്സാക്ഷി ഇവിടെ ആൾക്കാർക്ക് വേണം. അത് വേണം, വേണം. ഇത് ദൈവം സഹിക്കില്ല. ദൈവത്തോട് എന്നോട് പറഞ്ഞാൽ എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടൊരു വാക്കൊന്നിട്ട് അഞ്ചും ഒരു 35 കൊല്ലം തന്ന ജോഷി 1 മുതൽ 12 വരെ വചനം തന്നത്. നിന്റെ ആയുഷ്കാലം മുഴുവൻ നിന്നെ ആർക്കും തോൽപ്പിക്കാൻ സാധ്യമല്ല. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കൂടെയുണ്ട്. നീ ഭയപ്പെടേ പരിഭ്രമിക്കുക വേണ്ട. നീ ശക്തനും ധീരനുമായിരിക്കുക. നീ കാലുകുത്തുന്ന ദേശം മുഴുവൻ ഞാൻ തരും. തേനും പാലും മുഴുവൻ കാണാൻ ദേശം ഞാൻ നിനക്ക് തരും. മനസ്സിലായി? ഏഷ്യ 12 രക്ഷയുടെ കണിയറ്റിന്ന് ജീവജലത്തിൻ്റെ അരുവി സമൃദ്ധി ഒരു കുടിക. എനിക്ക് ഇത്ര പേര് ആത്മാക്കളെ കിട്ടിയ പോരെ. എനിക്ക് ഈ മാതിരി ആത്മാക്കളെ, അതാണ് നേട്ടം. എനിക്ക് ആത്മാക്കളെ ഒരു ആത്മാന്വേഷിച്ച ഈശോയിൽ എന്താണ് സമ്മാനമുണ്ട്? ഒരു ആത്മാന്വേഷിച്ചാണ് ഞാൻ ആത്മാക്കളെ ഞാൻ ചോദിക്കുന്നത്. ഞാൻ എപ്പോഴും ചോദിക്കുന്നത് പശു കിടക്കുന്ന കുടുംബം വേദനിക്കും. അന്വേഷിക്കില്ല ആരും. ഒരാൾ എന്നോട് പ്രാർത്ഥന, ഞാൻ വളർത്തി പോനാണ്, എന്നോട് ചോദിച്ചു എന്തിനു ചേച്ചി അതൊക്കെ ചോദിച്ചു മേടിച്ച് വല്ലവർക്കും കൊടുക്കണേ, ചോദിച്ചു മേടിച്ച് കൊടുക്കണേ. ചോദിക്കാൻ കഴിവില്ലാത്തവന് ഒരാളെ ശബ്ദം വേണ്ടേ? ചോദിക്കാൻ മേടിച്ച് എന്തിനെ കൊടുക്കണം. അപ്പം ഞാൻ മോനെ എല്ലാവരും കൈ നീട്ടി ചോദിക്കില്ലടാ. അത് നല്ല മോനായിട്ടാണ്, അവന് കുറ്റമൊന്നും പറയില്ല, അവൻ തരുന്നത് തരുന്നതാണ്. അപ്പോൾ അവനത് ചോദിച്ച് മേടിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. ഇപ്പോൾ കത്താൾ പ്രശ്നമില്ല എന്ന് പറഞ്ഞ പോലെ ഇരിക്കുന്ന സമയത്ത് ഒരു കുടുംബം നശിച്ചു പോവുക. കല്യാണം ഉറപ്പിച്ചിട്ട് കല്യാണം വേണ്ടാന്ന് വെച്ചു. വേറൊരു കല്യാണം വന്നു. ആ കല്യാണത്തിന് 1 ലക്ഷം ഒരു പെൺകുട്ടിക്ക് കൊടുക്കണം. അത് കൊടുക്കാൻ പാടില്ലുണ്ട്. എന്നെ വിളിച്ച് ചേച്ചി ഞാൻ എന്താ ചെയ്യുന്നത്, ഞങ്ങൾ കുടുംബം അടക്കം പോകണമെന്ന് വെച്ചു. അപ്പോൾ ഒരു വാക്ക് ഞാൻ പറഞ്ഞു, ഞാൻ 50,000 തരാം. എൻ്റെ 5 പൈസയില്ല കേട്ടോ. നമ്മൾ കൊടുക്കുന്നവർ ഉറപ്പ്. ഞാൻ ഒരു 50,000 കൊടുത്തു. ഇപ്പം കൊടുത്തു ഈ 19-ാം തീയതി. അത് വലിയ ആശ്വാസമില്ല. പകുതി ഭാരം പോയില്ലേ? പകുതി ഭരിക്കേണ്ടത് കൊടുത്ത് കാര്യം നടത്താൻ പറഞ്ഞു. അപ്പോൾ അവർ കുടുംബം രക്ഷപ്പെട്ടു. നമ്മൾ പ്രാർത്ഥിക്കാന്ന് പറയുന്നതല്ല ശരി. അതിനുവേണ്ടി അധ്വാനിക്കുക, അതിനുവേണ്ടി ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും പ്രാർത്ഥിക്കാന്ന്. എനിക്കില്ല കാശ് എൻ്റെ ഒന്നുമില്ല. പട്ടപൂജനം കിട്ടിയത് തന്നെ കിട്ടാൻ കിടക്കുന്നത് കിട്ടാൻ പാടില്ല. ഇരുന്നാലും അപ്പോൾ അതിന് വഴി ഉണ്ടാക്കിയ ആൾക്കാർ ഒരുക്കി ഒരു മോനോട് ചോദിച്ചു. അപ്പോൾ കുറച്ച് തന്നു. അപ്പം ഇങ്ങനെ നമ്മൾ നാവ് നല്ലതിന് വേണ്ടിയിട്ടാണ്, നല്ലതിന് വേണ്ടി ഉപയോഗിക്കാൻ നാവ്. അല്ലാണ്ട് നമുക്ക് കണ്ടി ചപ്പച്ചോറ് പറയാനല്ല. ദൈവത്തിൻ്റെ നാവ് പോലെ ആവണമെങ്കിൽ, ദൈവത്തിൻ്റെ കണ്ണ് പോലെ ആവണമെങ്കിൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കണം. ഈ 10 കൽപ്പന എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായി? ഈ 10 കൽപ്പന എന്താണ് അതിൽ എഴുതി വെച്ചേക്കണം? നിന്നെപ്പോലെ നിൻ്റെ അയൽവാസിനെ സ്നേഹിക്കാൻ പറഞ്ഞു. നല്ല പ്രായത്തോട് ഇരിക്കാൻ നിൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പറഞ്ഞു. അവരെ വേദിക്കാൻ നിനക്ക് ആയുസ് ആരോഗ്യം തരുമെന്ന് പറയും. കൊല്ലരുത്. ഒരാൾ നാവുകൊണ്ട് കൊല്ല. ഇപ്പം ഈ മനുഷ്യൻ ഒരു കുട്ടിയെ, ആ കുട്ടി എന്തായാലും വേദനിച്ച് പോയി. മനസ്സ് ഭയങ്കരമായിട്ട് ചത്തുണ്ടാവും ഇല്ലേ? അപ്പം നമ്മൾ കൽപ്പന വെറുതെ പള്ളിയിലേക്ക് പോകണം, വെറുതെ വർത്താനം പറയും. അതുകൊണ്ട് കാര്യമില്ല. ഒരാൾ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുക തന്നെ വേണം. വേറെ ഇപ്പോൾ നമ്മൾ പലപ്പോഴും വൈദികരുടെ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ട്, അവർ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ഈ സെമിനാരിയുടെ ജീവിതത്തിൻ്റെ ഒപ്പം തന്നെ വേറെ കോഴ്സുകൾക്ക് പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ബ്രാഹ്മണനായിരിക്കാം, ആ മാഷ് ചിലപ്പോൾ ഒരു ബ്രാഹ്മണനോ ഹിന്ദു ഒക്കെ ആയിരിക്കും, പക്ഷെ നല്ലൊരു വ്യക്തിയാണ്. അപ്പോൾ ആള് സമൃദ്ധമായിട്ട് അനുഗ്രഹം ഉണ്ടാവട്ടെ, നിനക്ക് നല്ലതേ വരൂ എന്ന് പറഞ്ഞു. പക്ഷെ ആൾക്ക് ആ ജീവിതത്തിൽ നല്ലതേ വന്നിട്ടുള്ളൂ എന്ന് പറയും ആ വൈദികൻ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, തമ്പുരാൻ കൂതാശകളോടുകൂടെ എത്ര ചേർന്ന് നിൽക്കുന്നു, എത്ര കാശ് നീ കൊടുത്തു എന്നുള്ളതിനേക്കാൾ ഉപരി ദാനധർമ്മം ഒരുപാട് പാപങ്ങൾക്ക് പരിഹാരമാണ്. തോബിത്തിന്റെ പുസ്തകത്തിൽ അതുണ്ട്. അതുകൂടാതെ അവൻ്റെ ഹൃദയത്തിൽ നോക്കണേന്ന്, ജാതി മതം എന്നതിനേക്കാൾ ഉപരി അവൻ കർത്താവ് ആദ്യം നോക്കുന്നത് അവൻ്റെ നീതി എന്നുള്ള തലമാണ്.
ആ നീതിയുടെ തലത്തിന് പകരം നമ്മളിപ്പോൾ പലപ്പോഴും ക്രൈസ്തവ പത്രങ്ങളിലും അല്ലാണ്ടുള്ള പത്രങ്ങളിലും കാണുന്നതാണ് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ടൊരു മുഖമൂടിയിട്ടുള്ളൊരു പരിപാടി. അപ്പോൾ മറ്റുള്ളവരോട് നീതിയായിട്ട് പെരുമാറുക എന്ന് പറഞ്ഞ ഒരു പരിധിക്കും അപ്പുറത്തല്ലേ അവരമ്പലത്തിൽ പോയിട്ട് പൂജയുടെ കൂടെ ഭാഗമാവുന്നതും ഇതല്ലാതും. ഇതേ എടുക്കുന്ന പരിശ്രമം ഇപ്പോൾ നമ്മളിരിക്കുന്ന രാജ്യം ഇന്ത്യ, ഈ ഇന്ത്യയുടെ രാജ്യത്തിന് തന്നെ പല ഭാഗത്തും മിഷനറി പ്രവർത്തനങ്ങൾക്ക് പോകുന്നവരുണ്ട്. അവരൊക്കെ ഈ മറ്റു സമുദായത്തിൻ്റെ അല്ലെങ്കിൽ വേറൊരു വിഭാഗത്തിന് വേണ്ടിയിട്ട് പൂരത്തിനോ ഇതിനോ പോയിട്ട് എടുക്കുന്ന ചെലവിൻ്റെ ഒരു അംശം പോലും ഞാൻ അവർക്ക് കിട്ടണത് ഞാൻ കണ്ടിട്ടില്ല. ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടാട്ടോ. തമ്പുരാന് വെലുമിച്ചിയുടെ കാഴ്ചപ്പാടിൽ ഇതിലേതായിരിക്കും തമ്പുരാൻ്റെ നീതി? ഈ മതസൗഹാർദ്ദമായിരിക്കുമോ നീതി, അത് കിട്ടാത്തവൻ്റെ കാര്യമായിരിക്കുമോ നീതി? നമുക്ക് നീതി നടത്താൻ പറഞ്ഞ് മറ്റുള്ളവനെ സഹായിക്കുക, കുട്ടിയിൽ കിടക്കണ കയറ്റി അവനെ സഹായിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. ഈ പ്രാർത്ഥന അതിന് വലിയൊരു പ്രാർത്ഥനയില്ല. ജാതി ഭേദമില്ലാണ്ട് അതും തമ്പരാൻ സൃഷ്ടിച്ച ജാതിയെ നാനാ മതസ്ഥരും തമ്പരാൻ. എൻ്റെ ഓപ്പറേഷൻ ചെയ്ത രവി ഡോക്ടർ ഒന്നുകൂടി പറയുന്നു. ആ രവി ഡോക്ടർ എന്നിൽ ആരാന്ന് ആ ഡോക്ടർക്ക് മനസ്സിലായി. ഒരു ക്രിസ്ത്യാനിക്ക് മനസ്സിലായില്ല. ഈ കാര്യത്തിലുള്ളവർക്ക് എൻ്റെ ഈ മഠത്തിൽ കിടക്കുന്നവരല്ലെങ്കിൽ പിന്നെ ആർക്കും ഞാൻ ആരാന്നറിയില്ല. ഞാൻ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർക്ക് എന്നെ ഇങ്ങനെ ഡോക്ടർ എൻ്റെ മുഖത്ത് ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട്, അമ്മ നിങ്ങളാരാ, അമ്മ നിങ്ങളാരാ? ഞാൻ തരിച്ച് എൻ്റെ തിരിച്ചിട്ട് പാദം വരെ ഞാൻ ആത്മാവ് നിറഞ്ഞു. ഈ ഡോക്ടർ കൈ പിടിച്ചു. ഈ അമ്മ നിങ്ങളാരാ? എൻ്റെ ഈ കൈ വിട്ടിട്ട് എൻ്റെ മുഖത്ത് ഈ കൈ ഡോക്ടറെ കൈ കൊണ്ട് മുഖത്ത് വിഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ണിൽ വെച്ചു. എത്ര നേരം? അമ്മ പറയാമ്മ നിങ്ങളാരാ? ഞാൻ ഒരു അക്ഷരം വേണ്ടിയില്ല ഞാൻ ആരാന്ന് പറയണ്ടേ. ഇപ്പം എനിക്ക് പറയണ്ടേ? ഇപ്പം അത് വേണം. അനുഗ്രഹിക്കേണ്ടവനും അനുഗ്രഹം നേടിയവനെ കുറിച്ചും പറയണ്ടേ? എന്ത് ഡോക്ടർക്ക് മനസ്സിലായി ഞാൻ ആരാന്ന്? അപ്പൊ ഞാൻ പറഞ്ഞ ആള് ഭർത്താവിനെ അറിയുന്ന ആളല്ല. എനിക്ക് കൈ പിടിച്ച് എന്നെ കൊണ്ടുപോയി കൈമ പിടിച്ച് എനിക്ക് ഓർമ്മയുള്ളൂ ഓപ്പറേഷൻ. അമ്മ ഇവരോടൊക്കെ പറഞ്ഞു കൈയുള്ളൊന്നു തൊട്ടപ്പോന്ന് പൊക്കളോട് നിങ്ങൾ പ്രാർത്ഥിച്ചോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡോക്ടർ പോണേ പൊക്കോട്ടെ, എത്രയും അവരൊക്കെ കാലായില്ലേ മരിച്ചോട്ടെ ഡോക്ടർ ധൈര്യമായിട്ട് വന്നു. അങ്ങനെ ധൈര്യം കൊടുത്തിട്ട് കൊണ്ടുപോണ്. അപ്പോൾ ഈ കൈമ പിടിച്ച് എനിക്ക് ഓർമ്മയില്ല. ഇപ്പം എവിടേക്കാണ് കൊണ്ടുപോയി എനിക്കറിയില്ല. ഓപ്പറേഷൻ കിടത്തിട്ട് ആശുപത്രി കിടക്കല് 2.5 ദിവസം ഐസിൽ വിടുന്നു, 2 ദിവസം പുറത്ത് വിടുന്നു. 5ാമത്തെ ദിവസം പേര് കെട്ടാം. ഇത്ര ആൾക്കാർ പേര് കെട്ടാണ്ട് പഴുത്ത് ചെയ്യിക്കും. എൻ്റെ പേര് കെട്ടിയ പേര് കെട്ടണം എന്ന് പറയാം. അതാ വ്യക്തിക്ക് അനുഭവമല്ലെന്ന് ഞാൻ പറയണേ. ഈ ആ ഡോക്ടർ ആരാഴ്ച ഞാൻ ദൈവമാഴ്ച കണ്ട ഡോക്ടർ. അതൊരു ദൈവമാണ്. എന്താ വെച്ചാൽ ദൈവാത്മാവ് ആ ഡോക്ടറിൽ നടക്കണേ. ആ വ്യക്തിയിലെ നീതി, ആ വ്യക്തിയുടെ നീതി, അത് നീതിയാണ്. ഞാൻ വയസ്സായിട്ടല്ല, അന്ന് എനിക്ക് 77 വയസ്സാണ്. കാർഡിൽ 70 വയസ്സ് കൊടുത്താണ്. എനിക്ക് 77 വയസ്സാണ്. ആ ഡോക്ടർ മോറിഞ്ഞ് ഡോക്ടറെ കണ്ണിൽ വയ്ക്കാൻ അവരുടെ ജീവിത രീതിയുടെ ഒരു ഭാഗമാണ്. അത് ഒരു നമ്മൾ കർത്താവിന് ദേവന്മാരും തൊട്ട് മുത്തനൊരു. അപ്പോൾ ആരാഴ്ച എന്നെ കണ്ട എന്നോട് പറഞ്ഞു നിങ്ങളുടെ ശരീരം മനുഷ്യ ശരീരമല്ല, മനുഷ്യ ശരീരമല്ല. തിരിച്ചറിവ് ആ വ്യക്തിക്ക് ദൂരി കളയാൻ ക്രിസ്ത്യാനി മനസ്സിലായി. മനസ്സിലായി. അപ്പൊ അല്ല ഞാൻ അന്തരം പറയാം, രണ്ടും ഒരു ജോലിയിലുള്ള ആൾക്കാരല്ലേ. അത് ക്രിസ്ത്യാനിയാ, ഇത് ക്രിസ്ത്യാനിയല്ല, ക്രൈസ്തവനാ. അപ്പോൾ അവരിൽ ആരെയാണ് ദൈവത്തിൻ്റെ ആത്മാവുള്ളത്? ദൈവാത്മാവ് ആരിലുള്ളത്? അല്ല തമ്പുരാ അതാ പറഞ്ഞ പിതാവായ ദൈവം അതാ പറഞ്ഞ ഞാൻ സകലരിൽ എൻ്റെ ആത്മാവിനെ വർഷിക്കുന്നു പറഞ്ഞ ക്രിസ്ത്യാനികളിലും മാത്രം വർഷിക്കുന്നു പറഞ്ഞിട്ടില്ല. സർവരും മനസ്സിലായ സർവരും ദൈവാത്മാവുണ്ട്. നമ്മളൊരു വ്യക്തിനെ കാണുമ്പോൾ അവരിൽ കർത്താവിൻ്റെ ആത്മാവാണ്. ആ വ്യക്തിയെ നമ്മൾ സഹായിച്ചില്ലെങ്കിൽ, ഞാൻ ഒരു കുട്ടീനെ ഓപ്പറേഷന് എൻ്റെ അനിയൻ്റെ മോളെ പ്രസവത്തിന് വേണ്ടി ഈച്ച പറഞ്ഞ മറുപടി ഇട്ടാ. ഇവിടെ നല്ല അവർക്ക് 25 വയസ്സായ കിടാവുണ്ട്. അപ്പോൾ ഈ കിടാവിനെ കൊണ്ടുപോയി ആരുമില്ല, എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഞാനാണ് സഹായിക്കുന്നത്. ഞാൻ പിന്നെ എല്ലാവർക്കും ആദ്യം തൊട്ട് സഹായിക്കുക. എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ സഹായിക്കുന്നത്. കല്ലും കുറേ കൊള്ളും സഹായിച്ചു വരുമ്പോൾ. അതൊന്നും എനിക്ക് പ്രശ്നമില്ല, അവരെ സഹായിക്കുന്നു. അപ്പോൾ ഈ കുട്ടി ഒരു കടി ഒടിഞ്ഞൊരു കുട്ടി അവിടെ നിന്ന് കയറി വരാം. ഞാൻ ആശുപത്രിയിൽ കിടന്നു. ഞാൻ ഈ കുട്ടീനെ നോക്കിയില്ല. പിന്നെ അവിടെ ചെന്ന് ഈ കിടാവിന് വെള്ളം കൊടുത്തു, അവന് കുളിപ്പിച്ച് കയറ്റി കൊണ്ട് ബക്കറ്റിൽ തുണി കിടാൻ ചെന്ന് പാത്രമില്ല വീണ് കൈ ഒടി എൻ്റെ കൈ. ആ പൈസ പറഞ്ഞ നീയൊക്കെ ഓണി ഇറങ്ങി വരുമ്പോൾ ഒരു കുട്ടി പോണ്ടായിരുന്നില്ല. എനിക്കത് കാണാൻ പറ്റിയില്ല. അനുഭവത്തിലൂടെ പറയണേ. നീയൊക്കെ ഓണി കയറി വരുമ്പോൾ കുട്ടീനെ കണ്ടില്ലേ?
എന്നിട്ട് നീ പ്രാർത്ഥിച്ചവന് എൻ്റെ ഈശോയെ. അപ്പോൾ ഇതൊരു ഓർമ്മയിരുന്നോട്ടെ എന്നല്ലേ. അത് കഴിഞ്ഞ് കൈ പഴുത്തു വീട്ടു പണി ഒരു കിടാവിന് പന്തിറ്റ് കിടാവിനെ എടുത്തിട്ട് വേണം പലകാരുണ്ടാക്കി ചായ കൊടുക്കാൻ. ഈ കൈ ഒടിഞ്ഞ കൈ എന്ത് ചെയ്യും? ഒക്കെ ചെയ്തു കൊടുത്തു. ജെറുസലേമിൽ പോണ കാലം അവിടെ ചെന്ന് കാലത്ത് ഞാൻ 3 മണി തൊട്ട് പ്രാർത്ഥന തുടങ്ങി. 4 ആയപ്പോൾ എന്നോട് ഈശോ പറഞ്ഞു, നീ ആ ബൈബിൾ എടുത്തതെന്ന് പറഞ്ഞു. ബൈബിൾ തുറന്നേക്കിപ്പോൾ ഏഷ്യ 42 ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ പ്രീതിപാത്രം, ഞാൻ നീതി സ്ഥാപിക്കാനെ വിളിച്ചിരിക്കണം എന്ന് പറഞ്ഞു വചനം. അവിടെ ചെന്ന് ജെറുസലേം പ്രസിദ്ധിയാണ്. കൈ ഒടിഞ്ഞിട്ട് പോണേ. പോണ്ട് കൈ ഒടിഞ്ഞിട്ട് പോണ്ട് വെള്ളച്ചാരിയൊക്കെ എടുത്തു. അവിടെ ചെന്നപ്പോൾ കയ്യോണി അവിടെ സാക്ഷ്യം പറഞ്ഞു പോകും. അന്ന് രാവിലെ വരെ പറ്റി ചെയ്യുന്ന കൈ. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ട് തരുന്ന ദൈവം എന്തോരം അത്ഭുതങ്ങൾ എനിക്ക് ചെയ്തു തന്നെ. എനിക്ക് എന്തോരം എൻ്റെ തമ്പരാട്ടും തന്നെ. എനിക്ക് നന്ദി പറഞ്ഞിട്ട് നാവൊന്നുമില്ല. എനിക്ക് അത്ര നന്ദി പറയാനുണ്ട് എൻ്റെ ഈശോയായിട്ട്. മനസ്സിലായി? എൻ്റെ ഈശോയാണ് എന്നെ ജനനം തൊട്ട് ഈ സമയം വരെ എന്നെ വഴി നടത്തുന്നത്. എനിക്ക് നന്ദി അറിയുള്ളൂ. എനിക്ക് വേറെ ആരാലും ഉപയോഗിക്കാൻ എനിക്കറിയില്ല. നമ്മളെന്ത് നന്മ ചെയ്താലും കിട്ടും കുരിശ് തന്നെ. ഈ കുരിശ് ചോക്കാനുള്ള ശക്തിയും തന്നിട്ട് തമ്പരാൻ. ഇങ്ങനെയൊന്നും ഈ കുരിശ് കിട്ടുമ്പോൾ ഞാൻ അവരിൽ നോക്കാണ്ട് ഞാൻ കുരിശിൽ കർത്താവിന് പോകും. എൻ്റെ കർത്താവ് ആ സമയത്ത് എങ്ങനെ എൻ്റെ പൊന്നു ക്ഷമ കിട്ടണേ. മനുഷ്യൻ പൊട്ടി മറ്റുള്ളവർ തരുന്ന കുരിശ് വീട്ടിൽ നിന്ന് കിട്ടും, പുറത്തുനിന്നോ ജോലി സ്ഥലത്തുനിന്നോ കിട്ടും. ജോലി സ്ഥലത്തുനിന്ന് കിട്ടും. ഈ കുരിശിന് തന്നാണോ നോക്കാണ്ട് നമ്മൾ ഈശോയിൽ കുരിശിലേക്ക് കർത്താവ് അവർക്കറിയില്ല ഈശോ. ഞാൻ എൻ്റെ ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഞാൻ ആത്മാവിൽ അങ്ങോട്ട് കൊടുക്കുക, കർത്താവിന് കൊടുക്കുക. ബെത്തായിട്ട് കൊടുക്കണം. എൻ്റെ കർത്താവിൻ്റെ കൈ വേദന കൊടുത്തു കഴിഞ്ഞാൽ ഈ വേദനയും മാറി, അവിടെ കൃപയായി മാറി. മനസ്സിലായ? എനിക്കൊരു രോഗം വന്നു. എനിക്ക് എപ്പോഴെങ്കിലും രോഗം എപ്പോഴും രോഗിയാണ്. ഈ ഭർത്താവിന് വേണ്ടി നിൽക്കുന്ന കുരിശ് കർത്താവിൻ്റെ ഇത്തിരി സഹിക്കാണ്ടൊന്നും അങ്ങോട്ട് എത്തില്ല. നിനക്ക് കിരീടം കിട്ടണ നീ ഞാൻ സഹിച്ചതിൻ്റെ കുറച്ചൊക്കെ സഹിക്കും. ഇതെന്താ ഈ പറഞ്ഞ സഹനത്തിൻ്റെ അവസ്ഥ സഹിക്കാണ്ട് മാത്രം ഞാൻ ഒരു സ്ഥലത്തും കേൾക്കാത്ത എന്താ? ഒരു സ്ഥലത്തും ടി വിയിലായിക്കോട്ടെ, വലിയ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ള പാസ്റ്റർമാരായിക്കോട്ടെ, സഹനത്തിന്റെ മീറ്ററിന്റെ കഥ മാത്രം ഇങ്ങനെ ഒതുക്കി ഒരു 10% പോലും കുരിശിന്റെ കാര്യം മാത്രം ഒരു 5% ഉണ്ടാവുള്ളൂ. ബാക്കി സകലമാന കാര്യങ്ങളും ഒരുപാട് സംസാരിക്കും ആൾക്കാർ, അല്ലെ ഒരുപാട് പഠിപ്പിക്കും. ഇതെന്താ ഇത് മാത്രം ഇങ്ങനെ മറച്ചു പിടിക്കണേ? കുരിശ് എന്താ മറച്ചു പിടിക്കണേ? കുരിശ് മാത്രം മറച്ചു പിടിക്കുന്നൊരവസ്ഥ. ഇപ്പോൾ പള്ളികളിൽ പോയാലും ദേവാലയ ഒരു ആരാധനയ്ക്ക് പതിവില്ല. ഇപ്പോൾ കുർബാനയുടെ ഇടയിലാണെങ്കിൽ പച്ചന്മാർ ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്, പറഞ്ഞും തരുന്നുണ്ട്. ചെയ്യേണ്ട പ്രവൃത്തികളെക്കുറിച്ചും നീതിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ ഇരിക്കുന്ന സകലരും 1% വേദനിക്കാത്ത ഒരു മനുഷ്യനെ പള്ളിയിലുണ്ടാവില്ല. സർവ്വസുഖത്തിലിരിക്കുന്ന അന്ന് വരലുണ്ടാവില്ല. അപ്പോൾ ഞായറാഴ്ച തന്നെ കഷ്ടവരും ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ ഒരു ഇച്ചിരിയെങ്കിലും വേദന മനസ്സിലോ ശരീരത്തിലോ ആത്മാവിലോ തോന്നാത്ത ഒരാൾ ഇവിടെ ഇരിപ്പുണ്ടാവില്ല. ഈ ഇരിക്കുന്നവർക്ക് ഒരു കാരണവശാലും നീ സഹിക്കുന്നത് ഇന്നതിനാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന വൈദികരുടെ എണ്ണം ഞാൻ ശരിക്കും പറഞ്ഞ 0 അടുത്ത് കണ്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതെന്താ അത് മാത്രം അറിയപ്പെടുന്നത്? തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കണ്ടാവില്ല. എല്ലാവർക്കും ഒരുപോലെ കിട്ടില്ലല്ലോ. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടല്ലേ അവരുടെ ബുദ്ധി കൊണ്ട് ഈ സഭയെ നയിക്കുന്നതും ജനങ്ങളെ നയിക്കുന്നതും KCYയും വിൻസെന്റ് പോളും പറഞ്ഞു. യോഹന്നാൻ 14:3 പറയും, നിന്റെ ഹൃദയം അസ്വസ്ഥപ്പെടേണ്ട, എന്നിൽ വിശ്വസിക്കുക. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്. സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ നിങ്ങളെ കൂട്ടിക്കൊണ്ട് ഞാൻ വീണ്ടും വരും. ഞാൻ നിങ്ങൾക്കൊരു മറ്റൊരു സഹായനം അയച്ചു തരും. അവൻ നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. ഇത് മറ്റൊരു സഹായം വിളിച്ചാൽ കിട്ടണോ? പരിശുദ്ധാത്മാവായ ദൈവത്തിനെ വിളിക്കുന്ന പൊന്നു. പരിശുദ്ധാത്മാവിനെ എപ്പോഴും ഉണർത്തണം. ഉറങ്ങാൻ പാടില്ല. നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവെ എന്നെ ശക്തിപ്പെടുത്തണം. എൻ്റെ രോഗത്തിൽ വന്ന് നിറയണേ, എൻ്റെ പ്രശ്നങ്ങളിൽ വന്ന് നിറയണേ, എൻ്റെ മക്കളിൽ വന്ന് നിറയണേ, എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ വന്ന് നിറയണേ, എൻ്റെ സാമ്പത്തിക ജീവിതത്തിൽ നമ്മളൊക്കെ വിളിക്കണം. എല്ലാം കുറവില്ല. ദാമ്പത്യ ജീവിതത്തിൽ ഒറ്റാളെ വിളിക്കില്ല. ഈശോനെ വിളിക്കില്ല. തോന്നി പോലെ ജീവിക്കാം. എന്നിട്ട് തോന്നി പോലെ ജീവിച്ചിട്ട് അതിൽ മക്കളുണ്ടായി എങ്ങനെ സമാധാനം കിട്ടുക? കാര്യമില്ല. നമ്മൾ ദാമ്പത്യ ജീവിതത്തിൽ ഈശോനെ വിളിക്കണം. നമ്മുടെ ജീവിതം മുഴുവൻ ദൈവം അറിയാം. എല്ലാവരും പറയും താൻ പറയും ദൈവം ഇല്ല. ഞാൻ എന്ന് ആര് പറയാനും പറയും ഇല്ല.
ദൈവം പൂർണ്ണമായിട്ട് അതന്നെ ഉള്ളൂ, നമ്മളെ നയിക്കുള്ളൂ. അത് ശരി, എൻ്റെ ജീവിതത്തിൽ അനുഭവം ഉണ്ട്. ഇനി പകുതി സാത്താൻ കൊടുത്തിട്ട് പകുതി ആർക്കെങ്കിലും സമാധാനം ജീവിതം മുന്നോട്ട് പോവോ? ഇല്ല. മുന്നോട്ട് പോവാണ്ട് തിരിഞ്ഞ് കിടന്ന് ആ കുഴിയിൽ കിടക്കാൻ രണ്ടും ഒരു രക്ഷയില്ല. തോന്നി വഴിക്ക് പോവാ, തോന്നി വളർന്നെടുക്കുക. ഭാര്യ ഒരു വഴിക്ക്, ഭർത്താവ് ഒരു വഴിക്ക്, മക്കളെല്ലാം കൂടി വേറൊരു വഴിക്ക്, മക്കളൊരു വഴിക്ക്, കാരണന്മാരെന്നിട്ട് അവർ വേറെ വഴിക്ക്. അവർ ചില മുക്കിൽ കിടന്ന് കറിയാവും, അല്ലെങ്കിൽ അവർക്ക് ഒന്നും കിട്ടാൻ കേൾക്കുന്നില്ല. അവർ പറയുന്നത് കേൾക്കാൻ മാത്രമുള്ള ക്ഷമ അവർക്കില്ല. അപ്പൊ പിന്നെ ആ സഭ പിളർപ്പായി. ഇതിനൊക്കെ വേണം, ഈ നന്മ ചെയ്യാൻ ഈ പരിശുദ്ധാത്മാവ് വേണം. പൊന്നു വേണം. നമുക്ക് നന്മ ചെയ്യാൻ, നമ്മുടെ കുരിശുകളെ ഏറ്റെടുക്കാൻ, കുരിശിൽ സഹിച്ച ഈശോയുടെ സ്നേഹിക്കാൻ, ഈശോനെ സ്നേഹിക്കാൻ, മറ്റുള്ളവരെ സഹായിക്കാൻ, മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ ഈ പരിശുദ്ധാത്മാവായ ദൈവം പരിശുദ്ധാത്മാവായ ദൈവം ആളൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നില്ല. കാണണം, വ്യക്തിയായിട്ട് കാണണം. എനിക്ക് ആദ്യം എനിക്ക് ധ്യാനം കൂടുമ്പോൾ എനിക്ക് കിട്ടിയത് ഒരു പ്രാവ് എൻ്റെ നെറ്റി വന്നിരുന്നു. ഓക്കെ, അതെനിക്ക് പലപ്പോഴും പ്രാർത്ഥനയിൽ അനുഭവപ്പെടാറുണ്ട്. പക്ഷെ എനിക്ക് ഇങ്ങോട്ട് അടുത്തിരിക്കുന്ന ഒരു കൂട്ടുകാരനെ പോലെ കാണാൻ പറ്റുന്നില്ല. അത് കൂട്ടുകാരൻ്റെ പോലെ പരിശുദ്ധാത്മാവ് ദൈവത്തെ വിളിക്കുമ്പോൾ ഞാൻ ഈ കാലത്ത് പ്രഭാതത്തിൽ ഉച്ചയ്ക്ക് മധ്യാഹ്നം ഞാൻ ഈശോനെ ശ്രദ്ധിക്കും. വൈകുന്നേരം അധികം ശ്രദ്ധിക്കുക, വയ്യൊക്കെ എടുക്കും. ഈ 2 നേരം ഞാൻ ശ്രദ്ധിക്കും, 3 ജപമാല വീതം ചെയ്യും. അപ്പം ഞാൻ ശ്രദ്ധിക്കുമ്പോൾ പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഞാൻ ദൈവം എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. എൻ്റെ ദൈവമാണ് പരിശുദ്ധാത്മാവ്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. ഈ 3 ദൈവം ത്രിയേക ദൈവം. മനസ്സിലായി? ഇതാരും വിളിക്കില്ല, കർത്താവിന് മാത്രം വിളിക്കും. അതാണ് ആ 3 വ്യക്തികളെയും 3 തലത്തിൽ കാണാൻ മീറ്റർ പോണില്ല. ഇത് ലോകം അറിയില്ല. ജയമാല എല്ലാം അറിയില്ല ആൾക്കാർക്ക്. അതിന്റെ ഫലം എന്താണെന്ന് അറിയില്ല. ജയമാല ചൊല്ലി ജ്ഞാനം കൊണ്ട് നിറയുന്നു പറഞ്ഞു. ആര് ചെല്ലും ജയമാല? ഒരു മണി ചെല്ലുമ്പോഴേക്കും പല വിചാരം ഇങ്ങനെ കപ്പൽ പോകും തലയിൽ. ആർക്കും ചെല്ലാൻ പറ്റില്ല, ഒരു ഉണ്ടാക്കാൻ പറ്റില്ല. ഇതിപ്പോ ജയമാല അല്ല, അത് പിന്നെ വെല്ലുമിച്ചി പഠിച്ചു വന്ന കടമ്പകളിൽ ഇതിനെല്ലാത്തിനും ഇങ്ങനെ എത്താനുള്ള ഏറ്റവും വലിയ കടമ്പ സഹനല്ലേ? ആ കുരിശുകളല്ലേ ഇതിന്റെ സീക്രട്ട്? എനിക്ക് പിരിച്ചു ഒരു സിസ്റ്റർ, ഞാൻ ധ്യാനത്തിന് പോയപ്പം അവിടെ എനിക്ക് കൗൺസിലിംഗ് വന്ന സിസ്റ്റർ പറഞ്ഞു ക്യാൻസർ മാറി സിസ്റ്റർ. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ചേച്ചി സന്തോഷിക്കൊന്നും വേണ്ട, ചേച്ചിക്ക് മരണം വരെ സഹനമാണ്. ഞാൻ പറഞ്ഞു എന്ത് സഹനം വന്നാലും ഞാൻ എൻ്റെ ഈശോയോട് കൂടി ഞാൻ സഹിക്കും. സിസ്റ്ററിനോട് പറഞ്ഞു